ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊരു ഉന്നക്കായാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കൽ സാധാരണ പഴമൊക്കെ പിഴിഞ്ഞിട്ട് അത് കുത്തിയൊടിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ. പക്ഷേ ഇത് ഞാൻ അത് വെച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. റവ നല്ലതുപോലെ കുക്ക് ചെയ്തിട്ട് അതിലേക്ക് പഴം ചേർത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഒന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആ ഉന്നക്കായ കഴിക്കണമെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് എനിക്ക് ഇതിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അര കപ്പ് റവയിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ അര കപ്പ് റവ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അര കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അര കപ്പ് റവ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ അര കപ്പ് റവ എടുത്തിട്ടുള്ള ഈ കപ്പ് തന്നെയാണ് ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ അളവ് കറക്റ്റ് ആവണം, എങ്കിലേ നമ്മൾ ശരിയായി കിട്ടുള്ളൂ. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലതുപോലെ അതൊന്ന് കുക്കായിട്ട് കിട്ടണം. ഇപ്പോൾ ഇതിത്തെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. ഇതിത്തെ വെള്ളത്തിൻ്റെ ഒരു അംശം ഇല്ലാതെ നല്ലതുപോലെ ഡ്രൈ ആയി വരണം, എങ്കിലേ നമ്മുടെ റവ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേ നമ്മുടെ സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ, നല്ല സോഫ്റ്റ്നെസ്സും കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതിത്തെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂട് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ നെയ്യിലേക്ക് നമുക്ക് തേങ്ങയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളവും റവയൊക്കെ എടുത്തിട്ടില്ല, ആ കപ്പിന് ഒരു കപ്പ് തേങ്ങ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ നമുക്ക് ഈ നെയ്യിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ നാളികേരമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം, അതുവരെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഇതൊന്ന് വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ തൊലിയൊക്കെ കറുത്ത് പോയിട്ടുള്ള പഴം ഉണ്ടാവില്ല, നമ്മൾ വേസ്റ്റാക്കി കളയണ പഴങ്ങൾ. അപ്പോൾ ആ പഴമാണ് നമ്മളിതിലേക്ക് യൂസ് ചെയ്യേണ്ടത് കേട്ടോ, എങ്കിലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലിട്ട് നല്ലതുപോലെ ഇതൊന്നും ഈ പഴം ഇതിൽ കടന്നിട്ട് വേണം കുക്കായിട്ട് കിട്ടാൻ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടണം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡേറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നല്ലൊരു മധുരവും നല്ലൊരു ടേസ്റ്റ്, പഴവും ഡേറ്റ്സും തേങ്ങയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അധികവും ഡേറ്റ്സൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇതിലേക്ക് മധുരമല്ലേ, അപ്പോൾ നമുക്ക് ഈ സ്വീറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പിഞ്ച് ഉപ്പെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു ഇത്തിരി മതി കേട്ടോ, കൂടി പോവരുത്. നമ്മുടെ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഷുഗർ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണുള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നട്ട്സൊക്കെ വേണമെങ്കിൽ എനിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓപ്ഷനിലാണ്, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചേർത്തിട്ടുണ്ടെങ്കിൽ. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് അതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മളിതൊന്ന് മെൽറ്റായിട്ടൊന്ന് ലൂസായി പോകും ഈ മാവ്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം, നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ല ആ ഷുഗർ മെൽറ്റായതിൻ്റെ കൂടെ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴമൊക്കെ അത്യാവശ്യം കുക്കായി വരൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ തവി വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റവ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല റവ നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇതിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയില്ലാതെ വേണ്ടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ, എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ റവയും തേങ്ങയും എല്ലാതും പാടെ ഒന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം കേട്ടോ.
ഇനി ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്, ചൂടൊക്കെ ഒന്ന് പോകാൻ വേണ്ടി. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. എങ്കിലേ നമുക്ക് എല്ലാ ഭാഗത്തും ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. നമ്മൾ കയ്യുമ്മേൽ ഇതിന് വേണ്ടിയിട്ട് ഓയിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളിത് നെയ്യിൽ വഴറ്റിയോണ്ട് തന്നെ അത്യാവശ്യം നല്ല ഇതിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലാക്കിയെടുക്കാം. ബോൾസ് ആയിട്ടോ ഇതുപോലെ ആയിട്ടോ നമ്മൾ ഏത് ഷേപ്പാണ് നമുക്ക് ഇഷ്ടം അതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മൈദമാവിൽ ഒന്നിനും ഡിപ്പ് ചെയ്യൊന്നും ചെയ്യില്ല, നേരിട്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ചൂടുള്ള ഓയിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ചെയ്യുക. പിന്നെ ഇത് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ, കാരണം ഫ്ലെയിം കുറച്ച് കൊടുക്കരുത്. ഈ ചൂടിലാണ് ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടണം നമുക്ക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ വശവും നമുക്ക് ആ ഗോൾഡൻ കളറാക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ല കണ്ടോ, എല്ലാ വശവും ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോഴുള്ളൂ നമുക്ക് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കുക്കാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളെ ഉന്നക്കായ ഇവിടെ റെഡി ആയി കേട്ടോ. അപ്പോൾ നമ്മൾ ഉന്നക്കായ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കണം, രണ്ട് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ, ഇത് കഴിക്കാനും നല്ലൊരു സോഫ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്, അത് കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഒട്ടും ഓയിലൊന്നും ഇതിൽ കുടിക്കില്ല കേട്ടോ, കാരണം അങ്ങനെയാണ് നമ്മൾ റവയൊക്കെ നല്ലോണം വേവിച്ചെടുത്തുകൊണ്ട് തന്നെ ഓയിലിൻ്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ സ്വീറ്റായിട്ടുള്ള ഈ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.